നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നാലെ കേരളം ചർച്ച ചെയ്ത ഒരു പ്രധാന വിഷയമാണ് വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം. എന്താണ് വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം? എന്തിനു വേണ്ടിയാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കൊണ്ടു നടക്കുന്നത്? വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നേ BDJS എന്ന് പറയുന്നൊരു സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പാർട്ടിയുടെ അധ്യക്ഷൻ അദ്ദേഹത്തിൻ്റെ മകനായ തുഷാർ വെള്ളാപ്പള്ളിയാണ്. വെള്ളാപ്പള്ളിയുടെ പാർട്ടിയും വെള്ളാപ്പള്ളിയുടെ മകനും BJP സഖ്യത്തോടൊപ്പം NDAയിലാണ്. പക്ഷേ അതേ വെള്ളാപ്പള്ളിയോടൊപ്പം പിണറായി വിജയൻ സൗഹൃദം പങ്കിടുന്നു. പിണറായി വിജയൻ എപ്പോൾ പത്രസമ്മേളനം നടത്തിയാലും വെള്ളാപ്പള്ളിയെ പൊക്കിപ്പറയുന്നു. വെള്ളാപ്പള്ളി എപ്പോൾ പത്രസമ്മേളനം നടത്തിയാലും പിണറായി വിജയനെ പൊക്കിപ്പറയുന്നു. എന്താണ് പിണറായി വിജയനും വെള്ളാപ്പള്ളിക്കും ഇടയിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ എന്ന ചോദ്യം പ്രസക്തമാണ്. വെള്ളാപ്പള്ളി നടേശൻ നമുക്കറിയാം, കോഴിക്കോട് മാൻഹോളിൽപ്പെട്ട് 2 അതിഥി തൊഴിലാളികൾ മരിച്ചപ്പോൾ അവരെ സംരക്ഷിക്കാൻ ഇറങ്ങിയ നൗഷാദ് എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷക്കാരൻ കൂടി അപകടത്തിൽപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന് ഗവൺമെൻറ് ആനുകൂല്യം പ്രഖ്യാപിച്ചപ്പോൾ 10 ലക്ഷം രൂപയുടെ ആനുകൂല്യം പ്രഖ്യാപിച്ചു. അതിനെതിരെ രംഗത്ത് വന്ന കേരളത്തിലെ ഏക സമുദായ നേതാവാണ് വെള്ളാപ്പള്ളി നടേശൻ. അന്ന് വെള്ളാപ്പള്ളി നടേശനെ പിണറായി വിജയൻ വിളിച്ചത് കേരളത്തിൻ്റെ തൊഗാഡിയ എന്നാണ്. ആ വെള്ളാപ്പള്ളി നടേശനുമായിട്ടാണ് പിണറായി വിജയൻ ഇപ്പോൾ ഈ സൗഹൃദം വെച്ചു പുലർത്തുന്നത്. വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ അത് CPM-നെതിരെ നടത്തുന്നു, അത് മുസ്ലിംസിനെതിരെ നടത്തുന്നു, ക്രിസ്ത്യാനികൾക്കെതിരെ നടത്തുന്നു, ലീഗിനെതിരെ നടത്തുന്നു. കേരളത്തിൻ്റെ സാമുദായിക അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള വിദ്വേഷം നിറഞ്ഞ നിരവധി പ്രസ്താവനകൾ ഇറക്കിയിട്ടും പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ അദ്ദേഹത്തിൻ്റെ കാറിൽ കൊണ്ടു നടക്കുകയാണ്. എന്തിനു വേണ്ടിയാണ് പിണറായി വിജയൻ ചെയ്യുന്നത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. ഇതിന് 2 കാരണങ്ങളെ ഉണ്ടാകാൻ വഴിയുള്ളൂ. ഒന്നുകിൽ പിണറായിക്കും BJPക്കും ഇടയിലുള്ള കേരളത്തിലെ പാലമാകാം വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി നടേശൻ്റെ മകനും വെള്ളാപ്പള്ളി നടേശൻ്റെ പാർട്ടിയും BJP സഖ്യത്തോടൊപ്പം NDAയിലാണ്. BJPക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വെള്ളാപ്പള്ളിയിലൂടെ പിണറായി അറിയിക്കുക, പിണറായിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വെള്ളാപ്പള്ളിയിലൂടെ BJP അറിയിക്കുക. ഇതിൻ്റെ ഇടനിലക്കാരനായി നിൽക്കുന്ന ആളായിരിക്കാം വെള്ളാപ്പള്ളി നടേശൻ. ഇത് കേന്ദ്രത്തിലെത്തുമ്പോൾ ബ്രിട്ടാസും KV തോമസും ആണെങ്കിൽ കേരളത്തിൽ വെള്ളാപ്പള്ളി നടേശനാണ്. അല്ലെങ്കിൽ പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് തൊട്ടു മുന്നേ കേരളത്തിലുണ്ടായിരുന്നത് 36 ബാറുകൾ മാത്രമാണ്. ഇന്ന് ആ ബാറുകൾ 1000-ന് മുകളിലാണ്. ഈ 1000-ന് മുകളിലുള്ള ബാറുകളിൽ ഭൂരിഭാഗവും നല്ലൊരു ശതമാനവും വെള്ളാപ്പള്ളി നടേശൻ്റെതാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ ബിസിനസ്സിൽ പിണറായി വിജയന് ഏതെങ്കിലും രീതിയിലുള്ള പങ്കുണ്ടോ എന്ന ചോദ്യവും പ്രസക്തമാണ്. കേരളത്തിലെ CPM-ഉം വെള്ളാപ്പള്ളിയുടെ പാർട്ടിയും 2 ദിശയിൽ സഞ്ചരിക്കുന്ന പാർട്ടികളാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ ആശയങ്ങളോട് പൊരുത്തപ്പെടാൻ CPM-നാകില്ല, CPM-ൻ്റെ ആശയങ്ങളോട് പൊരുത്തപ്പെടാൻ വെള്ളാപ്പള്ളിക്കുമാകില്ല. എന്നിട്ടും വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും വലിയ സൗഹൃദം നിലനിർത്തുന്നു. അവർ തമ്മിൽ ഉറ്റ ചങ്ങായിമാരാണ്. ഈ സൗഹൃദത്തിന് പിന്നിലുള്ള രഹസ്യം ഒന്നുകിൽ BJPയുടെയും പിണറായിയുടെയും ഇടയിലുള്ള പാലമായി വെള്ളാപ്പള്ളി വർത്തിക്കുന്നു, അല്ലെങ്കിൽ വെള്ളാപ്പള്ളിയുടെ ബിസിനസ്സുകളിൽ പിണറായി വിജയന് ഏതെങ്കിലും രീതിയിലുള്ള മുതൽ മുടക്ക് പങ്കാളിത്തമുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു.